നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ചത് ഇടുക്കി കളക്ടറേറ്റിലെത്തി മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുൻപാകെ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജോയ്സ് ജോർജ് രാവിലെ 11 മണിക്കും ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും പത്രിക സമർപ്പിക്കും. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിൽ. കർഷകർക്ക് ലഭിക്കുന്ന വില ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോയ്ക്ക് 750 രൂപയും പച്ചക്കൊക്കോയ്ക്ക് 200 രൂപയും. മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്തത് തിരിച്ചടിയായി. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ വാഗമൺ സ്വദേശി കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് വാഗമൺ പശുപ്പാറ പുതുവീട്ടിൽ മോഹനന്റെ മകൻ മനു മോഹൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി കളക്ടറേറ്റിലെത്തി മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. NDA ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ, രതീഷ് വരകുമല, മനീഷ് കുടിക്കയത്ത് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കി കളക്ടറേറ്റിലെത്തി മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് മുൻപാകെയാണ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വന്യജീവി ആക്രമണം ഉൾപ്പെടെ പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനായി ശ്രമിക്കുമെന്നും കോടിക്കണക്കിന് രൂപ ഇക്കാര്യത്തിനായി കേന്ദ്ര സർക്കാർ ചെലവഴിക്കുമ്പോഴും മുൻ ജനപ്രതിനിധികളാരും വേണ്ടവിധം ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സംഗീത വിശ്വനാഥൻ ആരോപിച്ചു. പ്രചരണങ്ങളായിട്ട് വളരെയധികം മുന്നിലാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനിയും തുടർന്ന് എല്ലാ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങാനാണ്. ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞു, പ്രചരണം കഴിഞ്ഞു. ഇനി എല്ലാ പഞ്ചായത്തുകളിലേക്കും താഴെ തട്ടിലേക്ക് ഇറങ്ങി എല്ലാവരിലും ചെന്ന് കാണുവാനായിട്ട് മാക്സിമം ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണമാണ് ഇന്ന് ഇടുക്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ തീർച്ചയായിട്ടും അവിടുത്തെ വന്യജീവികൾക്ക് അതിൻ്റെ ആവാസ കേന്ദ്രത്തിൽ അതിൻ്റെ തനിമ നിലനിർത്തി അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിന് ഒരു പരിഹാരമാണ്. പക്ഷെ അതിന് ഇഷ്ടംപോലെ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റും കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 600 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റ് ഇതിന് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങോട്ട് പ്രാവർത്തികമാക്കാനായിട്ട് എന്തുകൊണ്ട് ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവർ ഭരിച്ചിട്ട് ഈ ഫണ്ടുകളൊക്കെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? കഴിഞ്ഞ MP 17 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനായിട്ട് അവർക്ക് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് വാങ്ങിയില്ല? 5 കോടി രൂപ വാങ്ങിയതിന്റെ കണക്ക് പോലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഞങ്ങൾ പറയുന്നത്, തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടായാൽ MP ഫണ്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് കൃത്യമായി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്ത് കൊടുത്ത് അത് സുതാര്യമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൊലുമ്പൻ സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജോയ്സ് ജോർജ് രാവിലെ 11 മണിക്കും ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കുമാണ് പത്രിക സമർപ്പിക്കുക. ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വരണാധികാരി കൂടിയായ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുൻപാകെയാണ് പത്രിക സമർപ്പിക്കുന്നത്. രാവിലെ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടിയ ശേഷം വെള്ളാപ്പാറ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ചെറുതോണിയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി UDF നേതൃയോഗത്തിൽ പങ്കെടുക്കും. മുൻ MLA AK മണിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ സമാഹരിച്ചു നൽകുന്ന തുകയാണ് കെട്ടിവയ്ക്കുന്നതിനായി നൽകുന്നത്. പത്രികാ സമർപ്പണത്തിൽ ജില്ലയിലെ UDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിക്കും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ചെറുതോണിയിൽ നിന്നും പുറപ്പെട്ട വെള്ളാപ്പാറ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പൈനാവ് CPI ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തും. അവിടെ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളോടൊപ്പം കളക്ടറേറ്റിലെത്തി 11 മണിക്ക് പത്രിക സമർപ്പിക്കും. LDFന്റെ വിവിധ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടാകും. തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങളിലും ജോയ്സ് ജോർജ് പങ്കെടുക്കും. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ വാഗമൺ സ്വദേശി കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിലായി. വാഗമൺ പശുപ്പാറ പുതുവീട്ടിൽ മോഹനന്റെ മകൻ മനു മോഹനാണ് പിടിയിലായത്. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു.
ഒരു വർഷക്കാലമായി സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട കഞ്ഞിക്കുഴി സ്വദേശിനിയായ 17-കാരിയെ പലതവണ പീഡിപ്പിച്ച കേസിലാണ് വാഗമൺ സ്വദേശിയായ 19-കാരൻ അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാഗമൺ പശുപ്പാറ പുതുവീട്ടിൽ മോഹനന്റെ മകൻ മനു മോഹനാണ് കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിലായത്. ഇടയ്ക്കിടെ ഇയാൾ കഞ്ഞിക്കുഴിയിലെ 17-കാരിയുടെ വീട്ടിലെത്തിയാണ് പീഡനം നടത്തിയത്. സംഭവത്തിൽ വീട്ടുകാർ പരാതിപ്പെട്ടതോടെ കഞ്ഞിക്കുഴി പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴിയിലെത്തിയ ഇയാളെ തന്ത്രപൂർവ്വം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാളിൽ നിന്ന് മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് പിന്തുണ നൽകുമെന്ന് കേരള DMK ജില്ലാ ഘടകം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ DMKയ്ക്ക് 60,000-ഓളം അനുഭാവികളാണ് ഉള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് DMK ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ DMKയ്ക്ക് 60,000-ഓളം അനുഭാവികളുണ്ട്. ജോയ്സ് ജോർജിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും DMK ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ പറഞ്ഞു. അപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇടുക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് പിന്തുണ നൽകാൻ കേരള DMKയുടെ ജില്ലാ ഘടകം തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു. ജില്ലയിൽ നിലവിൽ ഉള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആണ് DMK ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ DMKയ്ക്ക് പ്രവർത്തകരും അനുഭാവികളുമായി 65,000-ഓളം പേരാണ് ഉള്ളത്. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ ഭൂരിപക്ഷം ഉയർത്താനാണ് ഞങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം. വാർത്താ സമ്മേളനത്തിൽ DMK ഏരിയ സെക്രട്ടറിമാരായ PP തങ്കച്ചൻ, രാജപ്പൻ മണ്ടക്കൽ എന്നിവരും പങ്കെടുത്തു. പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് ബിനോജ് യാത്രയായി. 2023 ഒക്ടോബർ 30 രാത്രി 10 മണിയോടെ റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന അയ്യപ്പൻകോവിൽ ചപ്പാത്ത പുതുപ്പറമ്പിൽ ബിനോജ് മോഹനൻ 5 മാസമായി ബോധരഹിതനായി ചികിത്സയിലായിരുന്നു. പോലീസ് കേസന്വേഷണം അവസാനിപ്പിച്ചതോടെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകിയിരുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി ബിനോജ് മരണത്തിന് കീഴടങ്ങിയത്. 2023 ഒക്ടോബർ 24 രാത്രി 10 മണിയോടെ വീടിന് മുൻവശത്തെ റോഡരികിൽ ഒരാൾ കിടക്കുന്നുവെന്ന് അതുവഴി വാഹനത്തിൽ വന്ന യാത്രക്കാരാണ് പിതാവ് മോഹനെ അറിയിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത് മകൻ ബിനോജാണെന്ന് അപ്പോഴാണ് മോഹനൻ അറിഞ്ഞത്. ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി. 10 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല. പോലീസ് അന്വേഷണവും എങ്ങുമെത്തിയില്ല. അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും ജനുവരി 31 കേസന്വേഷണം നിർത്തിയെന്ന അറിയിപ്പാണ് ഉപ്പുതറ പോലീസിൽ നിന്നും പിതാവിന് ലഭിച്ചത്. സന്ധ്യ കഴിഞ്ഞ് ചപ്പാത്ത ടൗണിലേക്ക് പോയ മകനോടൊപ്പം ഒരാൾ നടന്നുവരുന്ന CCTV ദൃശ്യം ശേഖരിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് കാര്യക്ഷമമായി അന്വേഷിച്ചില്ലെന്ന് മോഹനൻ പരാതി പറഞ്ഞിരുന്നു. നടന്നു വരുമ്പോൾ വാഹനം തട്ടിയതാണോ, ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നറിയാൻ മാസങ്ങളോളം കുടുംബം പോലീസ് സഹായം അഭ്യർത്ഥിച്ചു നടന്നു. സത്യം വെളിച്ചത്ത് വരാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മോഹനൻ മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇതിലും നടപടികൾ ഒന്നുമുണ്ടായില്ല. ഇതിനിടെയാണ് പ്രതീക്ഷകൾ ബാക്കിവെച്ച ബിനോജ് മരണത്തിന് കീഴടങ്ങിയത്. 154 ദിവസം അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ബിനോജ്. ഉപ്പുതറ കരിന്തരുവി അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഡിവിഷൻ മെമ്പറെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MT മനോജ്. മുൻപുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടായ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ചിലവഴിച്ച് മോട്ടോർ സ്ഥാപിച്ചത്. എന്നാൽ ഇത് ഉപഭോക്തൃ സമിതി കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്യാത്തതിനാലാണ് കേടായത്. ഈ സാഹചര്യം മുന്നിൽ നിർത്തി രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കമുള്ളവരെന്നും MT മനോജ് പറഞ്ഞു. നമ്മൾ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയും ആ പദ്ധതി ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്, കുടിവെള്ള പദ്ധതികളുടെ മുഴുവൻ മെയിൻ്റനൻസ് ചെയ്യേണ്ടത് അതിന്റെ ഗുണഭോക്തൃ സമിതിയാണ്. ആ ഗുണഭോക്തൃ സമിതി കാലാകാലങ്ങളിൽ വരുന്ന അതിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ആ കുടിവെള്ള പദ്ധതി ഇപ്പോൾ മുടങ്ങിപ്പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മറ്റുള്ളവരെ കരുതാവിന് തേക്കുന്നതിനും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഡിവിഷൻ മെമ്പറെ കരുവാക്കി തേക്കുന്നതിനും വേണ്ടി മാത്രമായിട്ട് പല പദ്ധതികളും അതിനകത്തേക്ക് ക്ലബ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി അവിടുത്തെ വാർഡ് മെമ്പർ അതിന് ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു
ബൈറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ സാഹചര്യം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. ഇത്രയും വില കുറഞ്ഞ ഒരു രീതിയിലേക്ക് ചെയ്യരുതായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയുന്നത്. വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നിരുന്ന വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിലെ പാറമട ഭാഗം കോൺക്രീറ്റ് ചെയ്തു തുടങ്ങി. ഇതോടെ റോഡിൽ 10 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ പാറമട മുതൽ അയ്യപ്പൻകോവിൽ വരെയുള്ള ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തു തുടങ്ങിയത്. ഇതോടെ 10 ദിവസത്തേക്ക് റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. റോഡിൽ 110 മീറ്റർ ഭാഗം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പാറമട ഭാഗത്തെ റോഡിന്റെ കോൺക്രീറ്റ് നിർമ്മാണം ആരംഭിച്ചത്. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ വണ്ടിപ്പെരിയാർ വാളാടി മൂങ്കലാർ വഴി സർവീസ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കൂടാതെ പശ്ചിമല ഭാഗത്തേക്കുള്ള സർവീസുകൾ വണ്ടിപ്പെരിയാർ മത്തായിമുട്ട വഴിയാണ് സർവീസ് നടത്തുക. ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫിന് യാത്രയയപ്പ് നൽകി. അധ്യാപകനായും NCC ഓഫീസറായും പ്രിൻസിപ്പലായും 28 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷമാണ് റിജി ജോസഫ് സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത്. സർവീസിൽ നിന്നും വിരമിച്ച ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫിനെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിലെത്തി ആശംസകൾ അറിയിച്ചു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സേവനം ആരംഭിച്ച് 3 വർഷം പ്രിൻസിപ്പലായി 28 വർഷങ്ങൾ സേവനം പൂർത്തിയാക്കിയതിനു ശേഷം 56 വയസ്സ് പൂർത്തിയായപ്പോൾ സർവീസ് വിരമിക്കുക. ഔദ്യോഗികമായിട്ട് സർവീസ് വിരമിച്ച് ഇനി കുടുംബത്തിൽ മാതാപിതാക്കളോടൊപ്പമായിരിക്കാൻ കുടുംബത്തിലായിരിക്കാനുള്ള അവസരമാണ് റിട്ടയർമെൻറ്റിലൂടെ രജി സാർ ലഭിച്ചത്. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു രജി സാർ. സ്കൂളിൻ്റെ ആരംഭം മുതൽ ഇന്നാൾ വരെയും നല്ല ഹിന്ദി അധ്യാപകനായി, NCC ഓഫീസറായി, ഒരു പ്രിൻസിപ്പലായി ഇക്കാലം അത്രയും ഏവർക്കും പ്രീതികരമായ ശുശ്രൂഷ ചെയ്ത് ഇന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരാണ്. നല്ല ഒരു അധ്യാപകനെ ഇടുക്കി രൂപതയ്ക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ മാതാപിതാക്കന്മാരാണ് നൽകിയത്. അപ്പോൾ അവരോടെല്ലാം നന്ദി ഇടുക്കി രൂപതയുടെ പേരിൽ, കോതമംഗലം രൂപതയുടെ പേരിൽ മാതാപിതാക്കന്മാരെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഒരു നല്ല അധ്യാപകനെ രൂപതയ്ക്ക് സെന്റ് തോമസ് ലഭിച്ചത്. അത് മാതാപിതാക്കന്മാരെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഏറെ എല്ലാവരുടെയും ആത്മാർത്ഥമായ നന്ദി ഈ പ്രിയപ്പെട്ട പശ്ചിമബംഗാളിലേക്ക് നൽകുകയാണ്. കോവിഡ് കാലത്ത് നിരാലംബരായവർക്ക് ഏറെ കരുതലാണ് റിജി ജോസഫ് ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്ന കാര്യത്തിലും മരണാനന്തര ചടങ്ങുകൾക്കും മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. ഇരട്ടിയാർ സ്കൂളിലെ അധ്യാപകനായും NCC ഓഫീസറായും പ്രിൻസിപ്പലായും മികച്ച സേവനമാണ് അദ്ദേഹം നടത്തിയത്. കോവിഡ് മഹാമാരിക്കിടെ 36ഓളം കോവിഡ് ബാധിതരെ ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ സ്വന്തം വാഹനത്തിൽ എത്തിക്കുകയും കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സേനയ്ക്കും ആശുപത്രികളിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും രോഗികൾക്കും ഉൾപ്പെടെ നൽകിയ സേവനങ്ങൾക്കും കഴിഞ്ഞ വർഷം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2017 ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡും ദേശീയ തലത്തിൽ 3 തവണ ബെസ്റ്റ് NCC ഓഫീസറിനുള്ള അവാർഡും റിജി ജോസഫിനെ തേടിയെത്തിയിട്ടുണ്ട്. കാഞ്ചിയാർ സർക്കാർ LP സ്കൂളിൽ നിന്ന് 34 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക കാതറിൻ ജമ്മിക്ക് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. കളിച്ചും ചിരിച്ചും പഠിക്കേണ്ട LP സ്കൂളിൽ കുരുന്നുകൾക്ക് സ്നേഹപാഠം പകർന്നു നൽകിയ മാതൃക അധ്യാപികയാണ് കാതറിൻ ജമ്മ. ഓർമ്മക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കാതറിൻ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകിയത്. 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഈ അധ്യാപിക ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂളും സ്കൂളിന്റെ ടീച്ചറും അതുപോലെ തന്നെ സഹപാഠികളുമൊക്കെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അധ്യാപനത്തിന്റെ ആദ്യ ഘടകം. അതിനുശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പോൾ
അവൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ ആണ് അത് രൂപപ്പെടുത്തുന്നത് പരുവപ്പെടുത്തുന്നത് എന്ന് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം സ്നേഹബഹുമാനങ്ങളോടെ തന്നെ പരിപാലിക്കുന്ന, അല്ലെങ്കിൽ തന്നെ നോക്കി എല്ലാ പരിപാടികളെ നോക്കിക്കാണുന്ന ആ അധ്യാപകരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവരെ തന്നെ പകർത്തിക്കൊണ്ട് നല്ല രീതിയിലൊരു ബോധം കെട്ടിപ്പടുത്തുകൊണ്ടാണ് ഓരോ സ്കൂളിലെയും നമുക്ക് ഏറ്റവും താഴെ പ്രൈമറി തലത്തിലുള്ള LP സ്കൂളിലെ കുട്ടികൾ വളരുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, രമ മനോഹരൻ, ബിന്ദു മധുക്കുട്ടൻ, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ തൊപ്പിപ്പാള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 1ാമത് പ്രതിഷ്ഠാ മഹോത്സവം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 4, 5 തീയതികളിൽ ക്ഷേത്രാചാര ചടങ്ങുകളോടെയാണ് ഭക്തി നിർഭരമായ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. കാഞ്ചിയാർ തൊപ്പിപ്പാള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ 1ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിനാണ് തുടക്കമാകുന്നത്. ഏപ്രിൽ 4, 5 തീയതികളിലായാണ് ശിവഗിരിമഠം ആചാര്യൻ ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകളുടെ മഹോത്സവത്തിന് തുടക്കം ആകുന്നത്. 1ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം 2024 ഏപ്രിൽ 4, 5 തീയതികളിലായി നടക്കുകയാണ്. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ചന്ദ്രസിറ്റിയിൽ നിന്നും മഹാഘോഷയാത്ര ആരംഭിക്കുന്നതാണ്. ചന്ദ്രസിറ്റിയിൽ നിന്നും ആരംഭിച്ച് ലബ്ബക്കടയിൽ എത്തി തിരിച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. 5-ാം തീയതി 2 മണിക്ക് കുടുംബസംഗമം നടത്തപ്പെടുന്നു. വൈകുന്നേരം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും, ഗാനമേള ഉണ്ടായിരിക്കും. അതൊക്കെയാണ് പ്രധാനമായ പരിപാടികൾ. ശിവഗിരി മഠത്തിലെ ഗുരുപ്രകാശ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതാണ്. വർണ്ണാഭമായ താലപ്പൊലി ഘോഷയാത്ര, വിശേഷാൽ പൂജകൾ, കുടുംബസംഗമം, ആത്മീയ പ്രഭാഷണം, ചെണ്ടമേളം, കലാസന്ധ്യ, മെഗാ തിരുവാതിര, ഗാനമേള, മഹാപ്രസാദമുട്ട എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കൊടിയേറുന്ന ഉത്സവത്തിൽ കുടുംബസംഗമം SNDP യോഗം മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ ഉദ്ഘാടനം ചെയ്യും. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിൽ. ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോയ്ക്ക് 750 രൂപയും പച്ചക്കൊക്കോയ്ക്ക് 200 രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. പക്ഷേ മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. കുരുമുളകിനേക്കാൾ ഉയർന്ന വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട വിലയാണ്. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുകയാണ്. തുടർച്ചയായുണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. മുൻപ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. ഉൽപാദനം മെച്ചപ്പെടുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോകുകയാണ് പതിവെന്നും ഉൽപാദനം കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നുമാണ് വാദം. കൊക്കോയിൽ ഉൽപാദനത്തിന് വളരെ കുറവുള്ളതുകൊണ്ടാണ് ഡിസംബർ മാസത്തിലെ 250 രൂപ അടുത്ത് നിന്നിരുന്ന കൊക്കോ വില ഇന്നിപ്പോൾ മാർക്കറ്റിൽ 800 രൂപയോളം കിട്ടത്തക്ക രീതിയിലേക്ക് ആയിട്ടുണ്ട്. കൊക്കോ മാർക്കറ്റ് 300-ൽ നിന്നും ഡിസംബർ ലാസ്റ്റോടുകൂടി 3 മാസം കൊണ്ട് 800 രൂപ എത്തുകയും നേരത്തെ ഉള്ളതിലും 50% താഴെ മാത്രമേ കൊക്കോ ഉൽപാദനം മറ്റു രാജ്യങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ടാണ് കൊക്കോയുടെ വില ഇതുപോലെ കൂടുന്നതെന്നാണ് കൂടുതലായി സംഭരിക്കുന്ന കൊക്കോ വ്യാപാരികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഉണക്ക കൊക്കോ പരിപ്പ് സംഭരിച്ചു വച്ചിരുന്ന കർഷകരൊക്കെ ഉൽപ്പന്നം വിറ്റഴിച്ചു കഴിഞ്ഞു. നിലവിൽ വിപണിയിലേക്ക് കൊക്കോ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ വില താഴേക്ക് പോകുമെന്ന് കർഷകർ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെലോട്ട് 180, വിൽപ്പനയ്ക്ക് വന്നത് 55,913, വിൽപ്പന നടന്നത് 55,913. കൂടിയ വില 2,224, ശരാശരി വില 1,630. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 535 രൂപ, ഏലം കൂടിയ വില 1,550, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 925, കൊക്കോ 210, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,335 രൂപ, വെള്ളി 82. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ചത് ഇടുക്കി കളക്ടറേറ്റിലെത്തി മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുൻപാകെ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജോയ്സ് ജോർജ് രാവിലെ 11 മണിക്കും ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും പത്രിക സമർപ്പിക്കും. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിൽ. കർഷകർക്ക് ലഭിക്കുന്ന വില ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോയ്ക്ക് 750 രൂപയും പച്ചക്കൊക്കോയ്ക്ക് 200 രൂപയും. മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്തത് തിരിച്ചടിയായി. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട 17കാരിയെ പീഡിപ്പിച്ച കേസിൽ വാഗമൺ സ്വദേശി കഞ്ഞിക്കുഴി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് വാഗമൺ പശുപ്പാറ പുതുവീട്ടിൽ മോഹനന്റെ മകൻ മനു മോഹൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.